സിൽക്കിയും ഷൈനിയും ഇടതൂർന്നതും ആരോഗ്യത്തോടുകൂടിയുള്ള മുടിക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വീട്ടുവൈദ്യങ്ങളായ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഇത്തരം കാര്യങ്ങളാണ് മുടി വളർച്ചയ്ക്ക് ഏറെ നല്ലത്. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്ലാക്സ് സീഡ് വെച്ച് നല്ലൊരു ജെൽ തയ്യാറാക്കിയെടുക്കാം. മലയാളത്തിൽ ചണവിത്ത് എന്നറിയപ്പെടുന്ന ഫ്ലാക്സ് സീഡ് മുതിരയോട് സാമ്യം തോന്നുന്നതും എന്നാൽ മുതിരയേക്കാൾ ചെറുതുമാണ്. ആരോഗ്യപരമായ ഏറെ ഗുണങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഒരു സോസ് പാനിലേക്ക് 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം 1 ടീസ്പൂൺ ഉലുവയും പിന്നെ 1 ടീസ്പൂൺ പച്ചരിയൂടെ എടുക്കാം. ഇതിൽ ചേർക്കാനായി ഏതുതരം പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വലിയ കപ്പിന് 1.5 കപ്പ് വെള്ളം. നമ്മുടെ വലിയ സ്റ്റീൽ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമുണ്ട് ഇത്. തീ കുറച്ച് വെച്ച് ഇതൊരു ജെല്ല് പരുവാകുന്നവരെ തിളപ്പിക്കാം. ഇത് നമ്മൾ തലയിൽ തേക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൂടെ അറിയാം. ഫ്ലാക്സ് സീഡിൽ വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നതിനാൽ ശിരോചർമ്മത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നു, മുടിയും മുടിയുടെ വേരും നശിച്ചു പോകാതെ സംരക്ഷിക്കുന്നു, മുടിയുടെ നര തടയാനും വൈറ്റമിൻ ഇ നല്ലതാണ്. ഫ്ലാക്സ് സീഡിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ ഡ്രൈനെസ് മാറ്റുന്നു, മുടിയുടെ വരണ്ട സ്വഭാവം മുടി കൊഴിയാനും പെട്ടെന്ന് നരയ്ക്കാനും കാരണമാകുന്നു. പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് ഉലുവയാണ്. ഉലുവ താരൻ പോലുള്ള പ്രശ്നങ്ങൾക്കും മുടിക്ക് മൃദുത്വവും തിളക്കവും നൽകാനും ഇതിൽ മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ എല്ലാവിധ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഉലുവ മുടിക്ക് ഷാമ്പൂവിൻ്റെയും കണ്ടീഷണറിൻ്റെയും ഗുണം നൽകും. ഇപ്പോൾ ഇത് കുറുകിയൊരു ജെല്ല് പോലായി വരുന്നുണ്ട്. ഇത്രയായാൽ മതി. ഇതിൽ കൂടുതൽ കട്ടിയാകാൻ നിൽക്കരുത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് സ്റ്റൗവിൽ നിന്ന് ഓഫാക്കിയ ഉടൻ തന്നെ അരിച്ചെടുക്കുകയും വേണം. ഇരിക്കുന്തോറും ഇതൊരു തിക്കായിട്ടുള്ള ജെല്ലായി തീരും. പിന്നെ അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചൂടോടെ തന്നെ അരിച്ചെടുക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ തിളപ്പിച്ചത് ഇത് തിളച്ച് വറ്റി വന്നപ്പോഴേക്കും 1/4 കപ്പായിട്ടുണ്ട്. ഇതൊരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് കളയരുത്. ഇതിൽ ഇനി വെള്ളം ഒഴിച്ച് ഇതിലെ സത്തെല്ലാം ഊറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന അരിയുടെ ഗുണം മുടി കൊഴിച്ചിൽ മാറ്റി മുടി ഉള്ളോടും കരുത്തോടും വളരാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ് കഞ്ഞിവെള്ളം. മുടിക്ക് തിളക്കവും മിനുസവും നൽകുന്ന അമിനോ ആസിഡുകൾ ധാരാളം കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് പിന്നെയും കുറുകി വരുന്നുണ്ട്. ഇതോടെ അരിച്ച് ഇതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ 2-3 പ്രാവശ്യം തിളപ്പിച്ച് ഇതിലെ സത്തുകളെല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം ബാക്കി വേസ്റ്റ് കളയാം. ഫ്ലാക്സ് സീഡ് ജെൽ ഇതുപോലെ ഇരിക്കണം. ഇതിൽ കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ തലയിലും മുടിയിലൊക്കെ തേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനി ഇരുന്നൊന്ന് തണുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അപ്പോഴേക്കും നല്ലൊരു തിക്കായിട്ടുള്ള ജെല്ലായി മാറും. ഇത് കണ്ടില്ലേ? തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും കുറേ കൂടെ കട്ടിയുള്ള ഒരു ജെല്ലായി മാറി. ഇതിൽ കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ തലയിലും മുടിയിലൊക്കെ തേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതെൻ്റെ മോളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഷാമ്പു ഇട്ട് കഴുകി അഴുക്കൊന്നും ഇല്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. എന്നാലേ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ മുടിക്കും തലയ്ക്കും ഒക്കെ കിട്ടത്തുള്ളൂ. ഈ ജെല്ല് മുടിയിലും തലയോട്ടിയിലും എല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കണം. പിന്നെ ഒരു 3/4 മണിക്കൂർ വെച്ചതിന് ശേഷം സാധാരണ ഉടത്തി കഴുകിക്കളയാം. പിന്നെ ആ ദിവസം തന്നെ ഷാമ്പു ഇടുകയും ചെയ്യരുത്. ഇങ്ങനെ ആഴ്ചയിൽ 2 തവണ ചെയ്താൽ മുടിയിൽ നല്ല മാറ്റം കാണാം. മുടി വളരാനും മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഇതുപോലുള്ള വീട്ടുവൈദ്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ മുടി തഴച്ചു വളരാനുള്ള എണ്ണ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. എണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഷൈനി വിഷൻ ഹെയർ ഗ്രോത്ത് ഓയിൽ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇതുപോലുള്ള പ്രകൃതിദത്തമായ വീട്ടുവൈദ്യങ്ങളാണ് ഞാൻ മുടിക്ക് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.